പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവജനമേ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവേശു മിശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ അമർന്നിരുന്ന് അവിടുത്തെ സ്വർഗീയ ആലോചനകൾക്ക് കാതോർക്കുവാൻ ഭാഗ്യമൊരുക്കിയല്ലോ നമ്മുടെ ദൈവം. അവിടുത്തെ ആനന്ദ സ്നേഹം വീണ്ടും വെളിപ്പെടുമ്പോൾ നമ്രശിരസ്കരായി പാദപീഠത്തിൽ നമുക്ക് ഇരിക്കാം. ഈ ദിനങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പാപത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ചാണ്. മനുഷ്യൻ ദൈവം മുമ്പിൽ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചും അതിന് ചെയ്യേണ്ട പ്രായശ്ചിത്തങ്ങളെക്കുറിച്ചും നാം ചിന്തിച്ചു. മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചും അതിന് കുമ്പസാരൻ 2 മേഖലകളിലൂടെ പൂർത്തിയാക്കേണ്ടതിനെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു. ഇന്ന് വീണ്ടും മൂന്നാമതായി നാം പ്രകൃതിയോട് ചെയ്യുന്ന പാപങ്ങൾ വിശകലനം ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. വേദപുസ്തകത്തിലെ 2 വാക്യങ്ങൾ അതിന് അടിത്തറയായി എടുത്തുകൊണ്ടാണ് ഇന്നത്തെ പങ്കിടലിന് ശ്രമിക്കുന്നത്. 24-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാം തിരുവചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും കർത്താവിനുള്ളത്. ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിനുള്ളതാണ്. ഈ ഭൂമി കർത്താവിൻ്റെതാണ്, ഇതിലെ നിവാസികൾ കർത്താവിൻ്റെതാണ്, ഇതിന്റെ നിലനിൽപ്പ് കർത്താവിൻ്റെതാണ്, ഇതിന്റെ പൂർണ്ണത കർത്താവിൻ്റെതാണ്. ഈ തിരിച്ചറിവ് ഇന്നിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മനുഷ്യന്റെ ചിന്ത പ്രകൃതി എന്റെ വകയാണ്, എനിക്ക് ഏതുവിധത്തിലും ഉപയോഗിക്കാൻ, ഏതുവിധത്തിലും തട്ടിക്കളിക്കാൻ, ഏതുവിധത്തിലും ചൂഷണം ചെയ്യാൻ, ഏതുവിധത്തിലും വ്യഭിചരിക്കാൻ എനിക്ക് നൽകപ്പെട്ടതാണ്, അല്ലെങ്കിൽ എന്റെ വകയാണിത് എന്നാണ് മനുഷ്യന്റെ ചിന്ത. വേദനിപ്പിക്കുന്ന ഒരു ബോധ്യമാണത് എന്ന് പറഞ്ഞു വെക്കട്ടെ. മറ്റൊരു വാക്യം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനമാണ്. ആദി മനുഷ്യനെ സൃഷ്ടിച്ച ഏദനിൽ പാർപ്പിച്ച ദൈവം അവരോട് പറഞ്ഞ ആദ്യ ചിന്തകളിതാണ്: നിങ്ങൾ ഈ ഭൂമിയെ സൂക്ഷിക്കണം, ഈ ഭൂമിയിൽ വേല ചെയ്തു കൊള്ളണം. ഇതിനെ സൂക്ഷിക്കാൻ ദൈവം മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. മനുഷ്യനെ സൃഷ്ടിക്കും മുമ്പ് പ്രകൃതിയെ സൃഷ്ടിച്ചു വെച്ചിട്ട് മനുഷ്യൻ ഈ പ്രകൃതിയിൽ ആനന്ദമായി ജീവിപ്പാൻ ആവശ്യമുള്ള എല്ലാ സംഗതികളും മുൻകൂട്ടി കരുതി വെച്ചിട്ട് സർവശക്തനായ ദൈവം ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ഇതിലാക്കുമ്പോൾ അവനോട് പറഞ്ഞ ഒരു കാര്യം: നീ ഇതിന്റെ സൂക്ഷിപ്പുകാരനാണ്. നിന്റെ കയ്യിലാണ് പ്രകൃതിയുടെ സുരക്ഷിതത്വം, അതിന്റെ നിലനിൽപ്പ്, അതിന്റെ ഭാവി. അപ്പോൾ ഞാനും നിങ്ങളും ഒരുപോലെ അറിയുക, നമ്മൾ ഈ പ്രകൃതിയുടെ സംരക്ഷകരാണ്. നമ്മളെയാണ് കർത്താവ് ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രകൃതിക്ക് സംഭവിക്കുന്ന സകല തകർച്ചകൾക്കും കർത്തൃ മുമ്പിൽ ഉത്തരം പറയേണ്ടത് ഞാനാണെന്ന ബോധം, ഈ പ്രകൃതിയിൽ നിന്ന് നടമാടുന്ന എല്ലാ തെറ്റായ പ്രവണതകളും പ്രതിരോധിക്കേണ്ടത് എന്റെ ചുമതലയാണെന്ന ബോധം, അല്ലെങ്കിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്ന ബോധം നമ്മളെല്ലാവരെയും ഭരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതേ, മനുഷ്യൻ പ്രകൃതിയുടെ സംരക്ഷകനാണ്, ചൂഷകനല്ല. ഇത് ഇനിയും തിരിച്ചറിയാൻ നാം വൈകിപ്പോയാൽ ഈ നഷ്ടം നികത്താൻ നമ്മുടെ പ്രാണൻ മറുവില വെച്ചാലും മതിയാകില്ല. എന്നാൽ ദ്രവ്യാഗ്രഹിയും ദുരാഗ്രഹിയുമായ മനുഷ്യൻ പ്രകൃതിയുടെ ചൂഷകനായി മാറിയതാണ് ചരിത്രം. സൂക്ഷിക്കാൻ കടപ്പെട്ടവൻ ചൂഷകനായി മാറിയപ്പോ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്തതുപോലെയായി. കർത്താവിനിവിടെ അബദ്ധം പറ്റിയോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രകൃതിയിലേക്കൊന്ന് ശ്രദ്ധിച്ചു. ആഗോളതാപനം. ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്ന ദിവസം പത്രത്തിൽ വായിച്ച ഒരു വാർത്ത: ഇപ്പോഴത്തെ നിലയിൽ ആഗോളതാപനം വർദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഏതാനും ചില നാളുകൾക്കപ്പുറത്ത് ഭൂമിയുടെ 40% കരയും വെള്ളത്തിനടിയിലാകും. ജലനിരപ്പ് ഉയർന്നു വരും. ഭാരത മണ്ണിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നല്ലൊരു ശതമാനം ഭൂമിയും കടൽ വിഴുങ്ങും. ജിയോളജിക്കൽ സർവേ അനുസരിച്ച് കേരളം എന്ന ഈ സംസ്ഥാനത്തിന്റെ വലിയൊരു അളവ് ഭൂമി കടലായിരുന്നു പണ്ടെന്ന്. കടൽ വെള്ളം ഇറങ്ങിപ്പോയി കര രൂപപ്പെട്ടതാണെന്ന് ജിയോളജിക്കൽ സർവേ പറഞ്ഞു വെക്കുമ്പോൾ ഈ ആഗോളതാപനത്തിന്റെ ബാക്കി പത്രമായി എനിക്ക് നഷ്ടപ്പെട്ട കര എനിക്ക് തിരിച്ചു വേണമെന്നലറി പറഞ്ഞ് പണ്ടൊരിക്കൽ സുനാമി തിരമാല കയറി വന്നതുപോലെ കടൽ കരയിലേക്ക് കയറി വന്ന് കരയെ വിഴുങ്ങിയാൽ എന്തു ചെയ്യും? കൊച്ചി പോലുള്ള ഒരു പട്ടണം മൊത്തത്തിൽ കടലിനടിയിൽ ആയിപ്പോയാൽ എന്തു ചെയ്യും? മനുഷ്യർ വെള്ളത്തിനടിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആഗോളതാപനം, ഓസോൺ പാളിയുടെ ദൗർബല്യം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയാണ്. മനുഷ്യൻ ഈ പ്രകൃതിയിൽ ഉണ്ടാക്കി തീർത്ത വിഷങ്ങൾ, വിഷലിപ്തമായ
മൂലകങ്ങൾ അല്ലെങ്കിൽ വാതകങ്ങൾ ഈ വിഹായസിലേക്ക് തുറന്നു വിട്ടപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ രശ്മികളെ തടഞ്ഞു നിർത്തി നിർവീര്യമാക്കിക്കൊണ്ട് ഭൂമിയെ ഒരു പുതപ്പിച്ച് സംരക്ഷിച്ചിരുന്ന ഓസോൺ പാളിയുടെ ദൗർബല്യം, ആഗോളതാപനം വർദ്ധിച്ചതിന്റെ ഭാഗമായി ഓസോൺ പാളിയുടെ വിള്ളൽ കൂടെ വന്നപ്പോൾ സൂര്യതാപമേറ്റ് മരിക്കുന്നവരുടെ എണ്ണം വർഷം തോറും വർദ്ധിക്കുകയും അനേകം ആളുകൾക്ക് ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ സൂര്യതാപമേറ്റ് പൊള്ളലേറ്റതിന്റെ വാർത്താ ചിത്രങ്ങളൊക്കെ നാം കണ്ടതുമാണ്. ഓസോൺ പാളിയിലെ വിള്ളൽ. പ്രിയപ്പെട്ടവരെ, മഴ പെയ്യാതെ ഈ ഭൂമി വറ്റി വരണ്ടുണങ്ങിയ അവസ്ഥ, അണക്കെട്ടുകൾ വറ്റി വരണ്ടുണങ്ങിയ അവസ്ഥ, ജലവൈദ്യുതികൾ നമുക്ക് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം, കൃഷികൾക്ക് സാധ്യമാകാതെ വരുന്ന സാഹചര്യം, കുടിവെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടതിന്റെ ബാക്കി പത്രങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ ജലസ്രോതസ് താഴ്ന്നു പോവുകയാണ്. ആണ്ടുതോറും കാലാവസ്ഥ വ്യതിയാനപ്പെടുകയാണ്. മുൻപ് കാലാവസ്ഥയ്ക്ക് കൃത്യമായ നിലപാടുകളും നിയമങ്ങളും സമയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നില്ല. മഴ ക്രമം തെറ്റി പെയ്യുന്നു, വെയിൽ ക്രമം തെറ്റി ഉദിക്കുന്നു. മഴ പെയ്യേണ്ട കാലത്ത് മഴയും, വെയിൽ ഉദിക്കേണ്ട കാലത്ത് വെയിലും, മഞ്ഞ് പെയ്യേണ്ട കാലത്ത് മഞ്ഞുമൊക്കെ കൃത്യതയോടെ ഭൂമിയെ മൂടിയിരുന്ന കാലത്ത് ഇവിടെ കൃഷികളും പക്കങ്ങളുമൊക്കെ മനോഹരമായി മനുഷ്യൻ ചെയ്തിരുന്നു. ഇന്നതില്ല. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തികച്ചും നഷ്ടപ്പെടുകയാണ്. ഭയാനകമായ പ്രകൃതി ദുരന്തങ്ങളാണ് മറ്റൊന്ന്. സുനാമി പോലുള്ളതായ പ്രകൃതി ദുരന്തങ്ങൾക്കപ്പുറത്ത് ഇടിഞ്ഞിറങ്ങുന്ന മലഞ്ചെരുവുകള്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മറ്റനേകം ഭയാനകമായ പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ഭയപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിൽ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ ആയിരങ്ങളെ കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കണ്ടില്ലെന്ന് നടിച്ചിട്ട് കാര്യമോ? ഈ പ്രകൃതിക്ക് എന്താണ് പറ്റിയത്? ഈ പ്രകൃതിയിൽ എന്താണ് ഇങ്ങനെ? മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. എന്താണ് ഇവിടെ സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, ഇതിന് കാരണവും ഇതിന്റെ ഉത്തരവാദിയും ഞാനാണ്, നിങ്ങളാണ്, നമ്മളാണ്, മനുഷ്യരാണ്. സൂക്ഷിക്കാൻ കടപ്പെട്ടവൻ ചൂഷകനായി മാറിയതിന്റെ തിരിച്ചടികളാണ് ഈ പ്രകൃതിയിൽ നിന്ന് നാം ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നതും നേരിട്ടുകൊണ്ടിരിക്കുന്നതും. ഉത്തരവാദി ദൈവമല്ല. ദൈവത്തിലേക്ക് ആരും വിരൽ ചൂണ്ടരുത്. പ്രകൃതി നിസ്സഹായയാണ്. നിവൃത്തികേടാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്കുക. ഒന്നാമത്, മനുഷ്യൻ ഭൂമിയെ വിവസ്ത്രയാക്കി. ഭൂമിയുടെ വസ്ത്രങ്ങളായിരുന്ന മരങ്ങളെ അവൻ വെട്ടിവിറ്റ് കാശാക്കി കീശ വീർപ്പിച്ചപ്പോ ഭൂമിയുടെ ഉടുവസ്ത്രം ഉരിഞ്ഞ് വിറ്റ് കറൻസിയാക്കി പോക്കറ്റിലിട്ടു എന്നതാണ് സത്യം. ആർക്കെങ്കിലും നൊമ്പരം തോന്നുന്നുണ്ടോ? നിബിഡവനങ്ങളായിരുന്ന കുന്നുകളെ മൊട്ടയടിച്ച് മൊട്ടക്കുന്നുകളാക്കി നിർത്തി മനുഷ്യൻ. ആ ഭൂമി വറ്റി വരണ്ടുണങ്ങി വിണ്ടുകീറി. അവിടെ നിലനിന്നിരുന്ന തണുപ്പെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ മലമടക്കുകളിൽ ദൈവം സൂക്ഷിച്ചു വെച്ചിരുന്ന ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടുണങ്ങി. ഒരിക്കലും വറ്റാത്ത നീരുറവയായി മലമുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയിരുന്ന പല പുഴകളും പല നദികളും ഇന്ന് വെള്ളമില്ലാതെ അതും വിവസ്ത്രയായി കിടക്കുകയാണ്. ഉത്തരവാദി ആര്? ഈ മൊട്ടക്കുന്നുകൾ വിണ്ടുകീറിയപ്പോൾ അതിന്റെ വിള്ളലിൽ കുത്തിയിറങ്ങിയ മഴവെള്ളം അതിന്റെ ഓരോരോ ഭാഗത്ത് ഇടിച്ചിറക്കിക്കൊണ്ടുപോയപ്പോൾ ഉരുൾപൊട്ടലെന്ന് നാം അതിനെ വിളിച്ചു. താഴ്വരയിലെ ജനവും മണ്ണിനടിയിൽ പൂണ്ടുപോയി. പല പുഴകളും വഴിമാറി ഒഴുകി. പ്രിയപ്പെട്ടവരെ, മരങ്ങളെ വെട്ടിവിറ്റ മനുഷ്യൻ നട്ടുപിടിപ്പിക്കാൻ ശ്രമിച്ചില്ല. പോക്കറ്റ് മാത്രമാണ് ഇന്ന് ആളുകളിൽ അനേകം പേരുടെ ഏക കാഴ്ച, ലാഭം. അതിനപ്പുറത്ത് കാഴ്ചകളില്ല. എല്ലാ മനുഷ്യരും ഈ തലത്തിലേക്ക് അധപ്പതിച്ചു പോയാൽ എന്തു ചെയ്യും? ഈ ആയുസ്സിൽ ഈ പ്രായത്തിനിടയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഒരു മരമെങ്കിലും നട്ടിട്ടില്ലാത്ത മനുഷ്യരത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയോട് ഇത്രമാത്രം ദോഷം ചെയ്ത മറ്റാരും നിന്നെ പോലെ ഭൂമിയിലില്ലെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. ക്ഷമിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ഹേമിക്കുകയാണ്. ചിന്തിക്കുക. നിബിഡവനങ്ങളായിരുന്ന കുന്നുകളും മലഞ്ചെരുവുകളും മൊട്ടക്കുന്നുകളാക്കി. ദ്രവ്യാഗ്രഹം മൂത്ത മനുഷ്യന്റെ ചെയ്തികളുടെ ബാക്കി പത്രം. മണ്ണൊലിപ്പ് കൂടി, ഉരുൾപൊട്ടൽ വർദ്ധിച്ചു, ഗിരിശൃംഗങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. ദൈവം വലിയൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചത്. നമുക്കറിയാം, വെള്ളമൊരിടത്തൊഴിച്ചാൽ അത് താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുകിപ്പോകും. വെള്ളം എപ്പോഴും താഴേക്കാണ് പോകുന്നത്. ഈ പ്രകൃതിയെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കൊച്ചു കേരളത്തെ ഒന്ന് ശ്രദ്ധിക്കുക.
എല്ലാ നീരുറവുകളും പുറപ്പെടുന്നത് ഗിരിശൃംഖങ്ങളിൽ നിന്നാണ്. എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് മലമുകളിൽ നിന്നാണ്. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ഇത് ചെയ്തു വെച്ചത്. അച്ഛനിരുന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ചിത്രം വിരിഞ്ഞു. ഒരു മനുഷ്യന്റെ ശരീരം, അതിന്റെ നെറുക ഈ ഭൂമിയിലെ മലമുകൾ പോലെയാണ് നെറുക. കാട് നിറഞ്ഞ നെറുകയിലെ നീരുറവയിൽ ഈ ശരീരത്തിന് ആവശ്യമുള്ള ഇതിന്റെ ശുദ്ധിക്കും ഇതിന്റെ ദാഹം തീർക്കാനും ഇതിന്റെ തണുപ്പിനും ആവശ്യമുള്ള മുഴുവൻ ജലവും നെറുകയിൽ സൂക്ഷിച്ചു വെച്ച ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹപ്രകടനം. പക്ഷേ നെറുകയിലെ കാട് വെട്ടിത്തെളിച്ചതോടുകൂടെ വെയിലേറ്റ നീരുറവുകൾ വറ്റിവരണ്ടുണങ്ങിയപ്പോ ശരീരത്തിന്റെ ദാഹം ശമിപ്പിക്കാൻ, ശരീരത്തിന് തണുപ്പേകാൻ, ശരീരത്തെ ശുദ്ധീകരിക്കാൻ, ശരീരത്തിന് കുളിരേകാൻ ജലസ്രോതസ്സുകളിൽ വെള്ളമില്ലാതെയായി. ദുരമൂത്ത മനുഷ്യന്റെ ഭീകരമായ ചെയ്തിയുടെ തിരിച്ചടി. ഉത്തരവാദി ദൈവമാകുമോ? പ്രകൃതിയോട് ചെയ്യുന്ന ഈ നീചകൃത്യങ്ങൾക്ക് മനുഷ്യൻ തിരിച്ചടി വാങ്ങിയേ പറ്റൂ. ഇത് വലിയ പാപമാണ് പ്രിയപ്പെട്ടവരെ, പ്രകൃതിയോട് ചെയ്യുന്ന പാപം. ഈ അടുത്ത ദിനങ്ങളിലായിട്ട് പരിസ്ഥിതിയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ഹരിത ഗ്രാമങ്ങളും ഹരിത പട്ടണങ്ങളും ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വൃക്ഷത്തൈകൾ ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷെ ആര് നട്ടു, ആര് പരിപാലിക്കുന്നു, ആർക്കതിന് കഴിയും? പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കയ്യടി കിട്ടാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടുകയോ ഏതെങ്കിലും വിധത്തിലൊക്കെ ചില പബ്ലിസിറ്റിക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്തു കൂട്ടുകയോ ചെയ്യുന്നതിനപ്പുറത്ത് ക്രിയാത്മകമായി ഇത് ചെയ്യുന്നുണ്ടോ? ഞാൻ താമസിക്കുന്ന വീടിന് ചുറ്റും 10 മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഇടമുണ്ടെങ്കിൽ ഞാനത് ചെയ്തേ മതിയാകൂ. എല്ലാവരും ഈ തലങ്ങളിലേക്ക് മാറണം. എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കണം. എല്ലാവരും. അപ്പോൾ ഈ പ്രകൃതിയുടെ പച്ചപ്പ് മടക്കി കിട്ടും. പ്രകൃതിയുടെ ആണാണ് അതിന്റെ പച്ചപ്പ്. പച്ചപ്പ് നഷ്ടപ്പെട്ട പ്രകൃതി മരിക്കും. തിരിച്ചറിവുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമിയിൽ ദ്രവിച്ചു ചേർന്ന് തീരാവുന്ന വസ്തുക്കൾ മാത്രമേ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഈ ഭൂമിയോട് ഇഴുകിച്ചേരാൻ കഴിയാത്തതൊന്നും ദൈവം ഈ പ്രകൃതിയിൽ സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യൻ പ്രകൃതിക്കൊരിക്കലും സ്വീകരിക്കാനാകാത്ത, ഈ മണ്ണിൽ ഒരിക്കലും സ്വീകരിക്കാനാകാത്ത ഒരുപാട് സംഗതികളെ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിക്കൂട്ടി. പ്രിയപ്പെട്ടവരെ, ആണവ മാലിന്യങ്ങളും ന്യൂക്ലിയർ മാലിന്യങ്ങളും കമ്പ്യൂട്ടർ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സംസ്കരിക്കാൻ എന്താണൊരു മാർഗം? എങ്ങനെ സംസ്കരിച്ചാലും ഇത് ബാക്കി വരും. ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ, ഈ പ്രകൃതിയെ തകർത്ത് കളയാനത് ബാക്കി വരും. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച്, അവന്റെ വക്ര ബുദ്ധി ഉപയോഗിച്ച്, അവന്റെ ലാഭകരമായ വിടക്ക് നിറഞ്ഞതായ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ ഉണ്ടാക്കി തീർത്ത മാലിന്യങ്ങൾ ഈ ഭൂമിയെ നശിപ്പിക്കുകയാണ്. ഏത് ഉറവിലാണത് സംസ്കരിക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതശൈലികളെ തിരുത്താതിരുന്നാൽ നമുക്ക് എങ്ങനെ ഈ പ്രകൃതിയെ രക്ഷിക്കാനാകും? ഇന്ന് ഈ കൊച്ചു കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. പകർച്ചവ്യാധികൾ ഇവിടെ പടർന്നു പിടിക്കുകയാണ്. ഒരു മഴക്കാലം വരുമ്പോൾ ഭയം കൊണ്ട് ആളുകൾ ഞെട്ടുകയാണ്. ആശുപത്രികളിൽ ഒന്നും ഇടമില്ലാതെയാവുകയാണ്. ഒരുപക്ഷെ 100 ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയാണ്. പുതിയ പുതിയ രോഗങ്ങൾ ഓരോ വർഷവും മഴക്കാല ആരംഭത്തിൽ വരികയാണ്. ഇവിടെ എന്താണ് പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നത്? പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഒരുപക്ഷെ ഈ കൊച്ചു കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമെന്ന് അച്ഛന് തോന്നുകയാണ്. പണ്ടൊക്കെ ന്യൂസ് പേപ്പറിൽ ഉപയോഗം കഴിഞ്ഞ് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞാണ്, അതും ചാക്കുനൂല് കൊണ്ട് പൊതിഞ്ഞാണ് എല്ലാ ഭക്ഷ്യവസ്തുക്കളും കടയിൽ നിന്ന് വാങ്ങിയിരുന്നത്. ഇന്ന് അങ്ങനെയുള്ള കടകൾ പോലും നമ്മുടെ നാട്ടിലില്ല. പലപ്പോഴും ഇരുന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ കടയുടെ മുമ്പിൽ പോയി നിന്ന് ലിസ്റ്റ് വായിച്ച് ഓർഡർ കൊടുത്ത് അതിങ്ങനെ കെട്ടിവെക്കുന്ന ആ ചിത്രമൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു കട പോലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. എല്ലാം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. എല്ലാം പ്ലാസ്റ്റിക് കൂടുകളിൽ പാക്ക് ചെയ്തു വരികയാണ്. പ്ലാസ്റ്റിക് അങ്ങനെ അകത്ത് പാക്ക് ചെയ്യുന്ന വസ്തുക്കൾ എന്തായാലും അത് ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന് പ്രിയപ്പെട്ടവരെ, അത് ഒരുപക്ഷെ നമ്മുടെ ജനം ചിന്തിക്കുന്നില്ല. ഇന്ന് പടർന്നു പിടിക്കുന്ന പല മാരക രോഗങ്ങളും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിൽ നിന്ന് വരുന്നതല്ലെന്ന് ആർക്കറിയാം? ഇതേക്കുറിച്ച് എന്താണ് ഇനിയും വേണ്ടവണ്ണം നിരീക്ഷണങ്ങൾ നടത്താത്തത്? ഇവിടെ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആരാണ് പാലിക്കുക? ഈ പ്ലാസ്റ്റിക്കിൽ പാക്ക് ചെയ്ത ആഹാര വസ്തുക്കൾ ഒരു മനുഷ്യൻ വാങ്ങി തിന്നുകയാണ്, അല്ലെങ്കിൽ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഒരാഴ്ച, ഒരു മാസം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തെ പർച്ചേസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു മനുഷ്യൻ തിരിച്ചെത്തുമ്പോൾ അയാളോടൊപ്പം ഈ ആഹാര സാധനങ്ങളോടൊപ്പം താൻ വാങ്ങിച്ച വസ്തുക്കളോടൊപ്പം വീട്ടിൽ വരുന്നത് ഒരു കെട്ട് പ്ലാസ്റ്റിക്കാണ്. ഈ സാധനങ്ങൾ എവിടെ സംസ്കരിക്കും?
ശ്വസിച്ചാൽ പറ്റില്ല. അതിന്റെ പുക ശ്വസിച്ചാൽ അത് മതി ക്യാൻസർ വരാൻ, അതുപോലുള്ള മാരക രോഗങ്ങൾ വരാൻ, മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രവർത്തന രീതിയെ മൊത്തം തകരാറിലാക്കാൻ. അത് കത്തിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ ആളുകൾ പലരും അത് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അതിന്റെ പുക ശ്വസിച്ച് സ്വയം ക്യാൻസർ രോഗികളോ മറ്റു രോഗികളുമായി മാറുകയാണ്. ഇന്ന് പല ആളുകളും ഇതിനൊന്നും തയ്യാറല്ല. ഈ പ്ലാസ്റ്റിക് എന്റെ പറമ്പിൽ കിടന്നാൽ അതിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്, അതിൽ കൊതുക് പെരുക്കുകയാണ്, ശുദ്ധവെള്ളത്തിൽ പെരുകുന്ന കൊതുകാണ് ചിക്കൻ ഗുനിയ കൊണ്ടുവരുന്നതെന്ന് പത്രമാധ്യമങ്ങളും ഡോക്ടർമാരും നിരന്തരമായി പ്രബോധിപ്പിക്കുന്നുണ്ട്, റേഡിയോയിലൂടെ, ടെലിവിഷനിലൂടെ, മറ്റ് മാധ്യമങ്ങളിലൂടെ. പക്ഷേ ആരാണ് ശ്രദ്ധിക്കുക? ഇതിങ്ങനെ വലിച്ചെറിയുകയാണ്. വീടിന് ചുറ്റും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഒരു തുള്ളി വെള്ളം മതി 1000 കൊതുക് ജനിക്കാനെന്ന് ആർക്കറിയാം? ഇനിയും ചില ആളുകൾ വളരെ ബുദ്ധി പ്രയോഗിക്കുന്നവരാണ്. എന്റെ കോമ്പൗണ്ടിൽ ഒരാ മാലിന്യവും വേണ്ട, അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ വലിയൊരു പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടി റോഡിലേക്ക് എറിയുക, അടുത്ത പറമ്പിലേക്ക് എറിയുക, ആൾവാസമില്ലാത്തവന്റെ പറമ്പിൽ ഉപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെയും കൊതുക് പെരുക്കില്ലെന്ന്, ആ കൊതുക് പറന്ന് എന്റെ വീട്ടിലേക്ക് വരില്ലെന്ന് എനിക്ക് കാണാനാകുമോ? ഇനിയും ചില ആളുകൾ തുറസായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുക, തലങ്ങും വിലങ്ങും നാട്ടിലൂടെ ഒഴുകുന്ന കനാലിലേക്ക് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുക, പൊതുകുളങ്ങളിലോ കിണറുകളിലോ ഉപേക്ഷിക്കുക. അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പുഴകളിലോ നദികളിലോ കടലിലോ ഉപേക്ഷിക്കുക. എനിക്ക് വേണ്ടാത്തതൊക്കെ ഞാൻ ഉപേക്ഷിക്കുക. തെറ്റാണ്. ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് ഈ മനോഭാവമുള്ള ആളുകളാണ്. ഇങ്ങനത്തെ സ്വാർത്ഥ മനോഭാവമുള്ള ആളുകൾ സ്വന്തം വീട്ടിൽ സംസ്കരിക്കാൻ കഴിയാത്ത മാലിന്യങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി മറ്റൊരുത്തന്റെ പുരയിടത്തിലോ പൊതുസ്ഥലത്തോ ഉപേക്ഷിക്കുന്നവർ ഈ സമൂഹത്തെ മൊത്തത്തിൽ, ഈ പ്രകൃതിയെ മൊത്തത്തിൽ തകർക്കുന്ന കിരാതമായ മനസ്സിന്റെ ഉടമകളാണ്. ഇവിടെ നാം തിരുത്തപ്പെട്ടേ മതിയാകും. ജൈവമാലിന്യങ്ങളെല്ലാം അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നത് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. പക്ഷെ ആരതിന് തയ്യാറാകുന്നു? മണ്ണിൽ ദ്രവിച്ചു ചേരുന്ന ജൈവമാലിന്യങ്ങളെ ഉറവിടത്തിൽ സംസ്കരിക്കാൻ ആളുകൾ തയ്യാറായാൽ, 1 സെന്റ് മണ്ണുള്ളവന് മണ്ണിൽ ഒരു പൈപ്പ് കുത്തി നിർത്താൻ ഇടമുണ്ടെങ്കിൽ അവിടെ അത് സംസ്കരിക്കാം, വളമായി മടക്കി കിട്ടും. അല്ലാത്തവർക്ക് ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ കിട്ടും. അതിന് ഗവൺമെന്റ് പല രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷെ എത്തേണ്ടിടത്തേക്ക് എത്തുന്നില്ല. അതിന്റെ പിന്നിൽ ഒരുപാട് മാൽ പ്രാക്ടീസുകളുണ്ട് എന്നതൊരു പച്ച സത്യമാണ്. ആരും അംഗീകരിച്ചെന്ന് വരില്ല. പാസാക്കുന്ന നിയമങ്ങളും നടപ്പിലാക്കുന്ന രീതികളും കൂട്ടി വായിക്കുമ്പോൾ പലപ്പോഴും വിതരണം ചെയ്ത പ്ലാന്റുകളുടെ എണ്ണത്തിനനുസരിച്ച് പണം ഖജനാവിൽ നിന്ന് പോയി കാണും, എത്തേണ്ടിടത്ത് എത്തിക്കാണില്ല. ഇനിയും അത് വേണ്ടവണ്ണം ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന പരിശോധനകൾ നടക്കുന്നില്ല. ഉറവിടത്തിൽ ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ചാൽ മാത്രം പ്രകൃതി പകുതി രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനായിട്ട് ഗവൺമെന്റ് നിർബന്ധമായിട്ടും എല്ലാ ഇടങ്ങളിലും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഈ മനുഷ്യരാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ സ്വത്ത്. പ്രകൃതിയും മനുഷ്യരും നശിച്ചാൽ ഇവിടെ പിന്നെ എന്തിനാണ് ഭരണ സംവിധാനങ്ങൾ? പ്രിയപ്പെട്ടവരെ, പ്രകൃതിയും മനുഷ്യനും നിലനിന്നേ പറ്റൂ. അതിനുവേണ്ടി ആണ് ഒന്നാമത് പണം മുടക്കേണ്ടത്, അതിനുവേണ്ടിയാണ് ഒന്നാമത് നാം വ്യയം ചെയ്യേണ്ടത്, അതിനുവേണ്ടിയാണ് ഇവിടെ നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകേണ്ടത്. അതൊരു പക്ഷേ ഇല്ലാതെ പോകുമ്പോൾ വലിയ നൊമ്പരവും വേദനയും തോന്നിപ്പോവുകയാണ്. പ്രിയവരെ, ഈ സ്വന്തം വീടിന്റെ പരിസരത്തേക്കും വീടിന് മുമ്പിലൂടെ ഒഴുകുന്ന ഓടകളിലേക്കുമൊക്കെ വിവേകമോ വിവേചനമോ ഇല്ലാതെ ജൈവമാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർ, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ തന്നെ മുങ്ങിക്കുളിക്കുകയും അതിൽ തന്നെ കന്നുകാലിയെ കുളിപ്പിക്കുകയും ചെയ്യുന്നവർ, ശൗചാലയങ്ങളില്ലാതെ പരസ്യമായി വിസർജ്യങ്ങൾ നടത്തുന്നവർ, ഇതൊക്കെ ഈ സമൂഹത്തിന് വരുത്തി തീർക്കുന്ന ഭവിഷ്യത്തുകൾ, ഈ പ്രകൃതിക്കുണ്ടാക്കുന്ന ദോഷം, അത് നാം തിരിച്ചറിയാതെ പോകരുത്. ആൾമറയില്ലാത്ത കിണറുകളിലേക്ക് ഒഴുകി വീഴുന്ന മാലിന്യങ്ങൾ, ആ ഉറവയിൽ നിന്നെടുക്കുന്ന വെള്ളം മരണമായി മനുഷ്യനിലേക്ക് വന്നു ചേരുന്നത് അറിയാതെ പോകുന്നു. ഈ ബോധവൽക്കരണം എത്രത്തോളം കൊടുത്താലും നമ്മുടെ ആളുകൾ സ്വാർത്ഥത വെടിയാൻ തയ്യാറല്ല, അല്പമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറല്ല. ഇവിടെ നാം തിരുത്തപ്പെട്ടേ മതിയാകൂ. നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട ചില തിരുത്തപ്പെടലുകൾ ഇനിയും നടന്നേ മതിയാകൂ. ഇതിന്റെയൊക്കെ മധ്യത്തിൽ ക്രിയാത്മകമായും ഇച്ഛാശക്തിയോടെയും എന്തെങ്കിലും ചെയ്യേണ്ട ഭരണ നേതൃത്വം, പ്രഖ്യാപനങ്ങളിലൂടെയും ഒരിക്കലും നടപ്പാക്കാനാകാത്ത പദ്ധതികളിലൂടെയും ഇവിടെ പലപ്പോഴും തന്ത്രങ്ങളിലൂടെ രക്ഷപ്പെടുകയാണ്. ഭരണം കയ്യിലിരുന്ന കാലത്ത് ഇതിനുവേണ്ടി ശാശ്വതമായും
ക്രിയാത്മകമായും എന്തെങ്കിലും ചെയ്യാത്തവർ പ്രതിപക്ഷത്തെത്തുമ്പോൾ സകല ആയുധവും എടുത്ത് തെരുവിലിറങ്ങി സമരം ചെയ്യുകയാണ് ഭരിക്കുന്നവർക്കെതിരെ. ഇനി അവർ ഭരണം തിരിച്ചു കയ്യിലെത്തുമ്പോൾ ഈ ഭരണത്തിലിരിക്കുന്നവർ പ്രതിപക്ഷത്ത് നിന്ന് അത് തന്നെ ചെയ്യുകയാണ്. ഇവിടെ ലക്ഷ്യം ഒറ്റ കാര്യമാണ്. പ്രകൃതിയുടെ നിലനിൽപ്പല്ല, മനുഷ്യന്റെ സുരക്ഷിതത്വമല്ല, പകർച്ചവ്യാധികളുടെ ഉച്ചാടനമല്ല. ഒറ്റ കാര്യം, വോട്ട്. പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഈ സമരങ്ങളൊന്നും നാടിനെ രക്ഷിക്കുമോ? പ്രിയപ്പെട്ടവരെ, ബോധവൽക്കരണം നടക്കണം, പ്രതികരണം ഉണ്ടാകണം. പക്ഷെ പ്രതികരണങ്ങൾക്ക് കുറെ കൂടെ മാന്യത കൈവരണം. പ്രതികരിക്കുന്നവർ പ്രതികരിക്കും മുമ്പ് പ്രവർത്തിച്ച് കാണിക്കാൻ മനസ്സുള്ളവരാകണം. അതാണ് ഇവിടെ വേണ്ടത്. ഈ സമരം ചെയ്യുന്ന ആളുകൾ മുന്നോട്ടിറങ്ങി ആ സമരം നിർത്തിവെച്ചിട്ട് ഒരു തെരുവ് ഒരു ദിവസം ശുദ്ധീകരിച്ചാൽ 10 സമരം ചെയ്യുന്ന വേളയിൽ 10 പട്ടണങ്ങളോ 10 നഗരങ്ങളോ ശുദ്ധീകരിക്കാം. പക്ഷെ അതിന് തയ്യാറാകുന്നില്ല. ഇനി മാലിന്യങ്ങൾ എവിടെ സംസ്കരിക്കുമെന്നുള്ളതൊക്കെ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന സംഗതികളാണ്. നാം കുറെ കൂടെ ഉണരേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ കേവലം വാചക കസർത്തുകളല്ല. ഈ സമൂഹത്തിന്റെ ഈ പോക്കും ഇതിനാൽ വരാവുന്ന അപകടവും കാണുമ്പോഴുള്ള നമ്പരമാണ്. ഞാൻ ഈ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കക്ഷിയാണെന്ന് ഒരിക്കലും പറയില്ല. ഇങ്ങനെയുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അറിയാതെ ഉള്ളു വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ, ഞാനാണ് ഈ കേസിലെയും 1-ാം പ്രതി എന്ന് പരസ്യപ്പെടുത്തി സമ്മതിക്കട്ടെ, വ്യഥയോടെ സമ്മതിക്കട്ടെ. സമ്മതിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ, തിരുത്തപ്പെടണം. തിരുത്തപ്പെടുക തന്നെ വേണം. കഴിവുള്ളിടത്തോളം നമ്മുടെ പ്രകൃതിയെ സൂക്ഷിപ്പാൻ, അത് ദൈവം മുമ്പിൽ ഒരു മനുഷ്യന്റെ നീതിയാണെന്ന ബോധത്തോടെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഈ പ്രകൃതിയിൽ നിന്ന് പടർന്നു പിടിക്കുന്ന പല മാരക രോഗങ്ങളും പകർച്ചവ്യാധികളും എന്റെ കൈപ്പിഴ കൊണ്ട് സംഭവിച്ചതാണെന്ന്, എന്റെ കരുതലില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന്, ഞാൻ വേണ്ടവണ്ണം ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണെന്ന്, ഞാൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരുന്നത് കൊണ്ട് സംഭവിച്ചതാണെന്ന്, എന്റെ അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ചതാണെന്ന്, എന്റെ ഉത്തരവാദിത്വ ലംഘനം കൊണ്ട് സംഭവിച്ചതാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് അതെന്റെ കുമ്പസാരമായി മാറേണ്ടി വരും. കർശനമായ നിയമങ്ങളും അവ കർശനമായി നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഭരണ നേതൃത്വവും ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉദ്യോഗസ്ഥന്മാരും ആ കാര്യത്തിൽ കർശനമായ നിലപാടുകൾ എടുക്കണം. എല്ലാവർക്കും അവരവരുടെ കസേരകളും അവരവരുടെ ശമ്പളവും അവരവരുടെ ലാഭവും അവരവരുടെ പോക്കറ്റും അവരവരുടെ കസേരകളുമാണ് നോട്ടമെങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെ നാട് രക്ഷപ്പെടും? നാടിനു വേണ്ടി ശബ്ദിക്കാൻ, നാടിനു വേണ്ടി സംസാരിക്കാൻ, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ, പ്രകൃതിക്ക് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇവിടെ ആരാണ് ഉണ്ടാവുക? ഞാൻ നിങ്ങൾ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതാണ്. അതിന്റെ സന്തുലിതാവസ്ഥ സൂക്ഷിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണ്. ദൈവം അത് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രകൃതിയെ അതിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തി തകർക്കുന്ന ഏത് പദ്ധതിയും അത് എത്ര ലാഭം കൊണ്ടുവന്നു തരുന്നതായിരുന്നാലും അതിനെ നിർബന്ധപൂർവം എതിർക്കാനും വേണ്ടെന്ന് വയ്ക്കാനുമുള്ള ഇച്ഛാശക്തി വേണം. ഇന്ന് ലാഭമാണ് പ്രധാനം. എങ്ങനെ ലാഭമുണ്ടാക്കാം? ഈ ലാഭമുണ്ടാക്കാൻ നാം ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും പ്രകൃതിയെ പച്ചയ്ക്ക് നശിപ്പിക്കുകയാണെന്ന്, അതിന്റെ നിലനിൽപ്പിനെ ബാധിക്കുകയാണെന്ന് നാം തിരിച്ചറിയാതെ പോകുന്നു. ലാഭം മാത്രം മനുഷ്യന്റെ ശ്രദ്ധയിൽ വരുമ്പോൾ നശിച്ചു പോകുന്ന പ്രകൃതിയും അതിനോട് ചേർന്ന് നശിച്ചു പോകുന്ന മനുഷ്യനും ലാഭം കാണാൻ നാളെ ബാക്കി കാണില്ല എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ചിലത് ചെയ്യാനുണ്ട്. ഈ പ്രകൃതിയുടെ നിലനിൽപ്പ് എന്റെ ഉത്തരവാദിത്വമാണ്. അത് എന്റെ ദൈവ മുമ്പിലുള്ള കർത്തവ്യ നിർവഹണമാണ്. എന്റെ അനന്തര തലമുറയ്ക്കുള്ള കാത്തുവയ്ക്കലാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തെ തിരുത്തിയേ മതിയാകൂ. എന്റെ നിലപാടുകളെ മാറ്റിയേ മതിയാകൂ. എന്റെ രീതികളെ തിരുത്തിയേ മതിയാകൂ. ഈ പ്രകൃതിയെ ഞാൻ സംരക്ഷിച്ചേ മതിയാകൂ. ഇന്ന് കുമ്പസാരിക്കേണ്ടത് പ്രകൃതിക്ക് വേണ്ടിയാണ്. ഈ നഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഞാൻ എന്റെ ജീവിതത്തെ തിരുത്തുക, എന്റെ പാപ സാഹചര്യത്തിൽ നിന്ന് വേർപെടുക, എന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുക. ഞാൻ എന്റെ പരിസരം ശുദ്ധീകരിച്ചും പരമാവധി മാലിന്യങ്ങളെ ഉറവിടത്തിൽ സംസ്കരിച്ചും സംസ്കരിക്കാനാകാത്ത മാലിന്യങ്ങൾ എന്റെ വീട്ടിൽ കൊണ്ടുവരില്ല എന്ന് പ്രതിജ്ഞ ചെയ്തും എന്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു തിരുത്തലിന് തയ്യാറാകുന്നതോടൊപ്പം
കർത്താവിന്റെ മുമ്പിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പിരെന്ന് കുമ്പസാരിക്കുമ്പോൾ ഇന്നത്തെ കുമ്പസാരം പ്രകൃതിക്ക് വേണ്ടി എന്ന്, അത് ഒരുപക്ഷെ നമ്മുടെ കുമ്പസാരത്തിന് വിഷയമാകാറില്ലാത്ത ഒരു സംഗതിയാണ്. പ്രകൃതിക്ക് വേണ്ടി കുമ്പസാരിക്കുക. നമ്മുടെ ജീവിതത്തെ ഒരുക്കണം, അതിനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ഇന്നത്തെ ചിന്തകളുമായി ബന്ധപ്പെടുത്തി ഓർമ്മിപ്പിച്ച് നമുക്ക് ഈ ചിന്തകൾക്ക് വിരാമം കുറിക്കാം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ കുരിശിന്റെ ചുവട്ടിൽ അയോഗ്യരായി ഞങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് അവിടുന്ന് ഞങ്ങളോട് പ്രകൃതിയോട് ചെയ്ത പാപങ്ങളെ തിരുത്താൻ ആവശ്യപ്പെട്ടു. സത്യമായിട്ടും കർത്താവേ, ഈ പ്രകൃതി അങ്ങ് ഞങ്ങൾക്ക് തന്ന ദാനമാണ്. ഇത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ഞങ്ങളെയാണ്. ഒരുപാട് പിഴ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഈ പ്രകൃതിയെ സൂക്ഷിക്കേണ്ടതിന് പകരം ചൂഷണം ചെയ്തു, അതിനെ കൊള്ളയടിച്ചു, അതിനെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തി, അതിനെ ഒരുപാട് മലിനമാക്കി. ഇന്ന് ഈ പ്രകൃതിയിൽ കാണുന്ന തെറ്റായ എല്ലാ പ്രതിഭാസങ്ങളും എൻ്റെ ചെയ്തുകൊണ്ട് വന്നു പോയതാണ്. ഞാൻ എൻ്റെ പ്രകൃതിക്ക് വേണ്ടി കുമ്പസാരിക്കുകയും പ്രകൃതിയോടുള്ള തെറ്റുകളെ തിരുത്തുകയും ഒരു നല്ല ജീവിതത്തിന് എന്നെ ഒരുക്കുകയും ചെയ്യുന്നു. നാഥ, സ്വീകരിക്കണമേ. ഒരു സമർപ്പണത്തിലൂടെ ഈ പ്രകൃതിയുടെ രക്ഷകനായി മാറാൻ, സൂക്ഷിപ്പുകാരനായി മാറാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.